أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മാനം എന്താണെന്നും വഖഫിന്റെ ചരിത്ര വസ്തുതകളെ പറ്റിയുള്ള ഒരു പഠനം അനിവാര്യമായതുകൊണ്ട് തന്നെ ഇന്ന് ആ വിഷയവുമായി ചെറിയ സൂചനകൾ നൽകുകയാണ്. വഖഫിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ പുരാതന കാലഘട്ടം മുതൽക്ക് തന്നെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കെട്ടിടങ്ങളും വസ്തുക്കളും എല്ലാം മറ്റുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നീക്കിവെക്കുന്ന ഒരു സമ്പ്രദായം അത് ഈജിപ്തിലെ ഫറോവമാരുടെ കാലഘട്ടം മുതൽ, അതുപോലെ പുരാതന ഗ്രീസിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലെല്ലാം നിലനിന്നിരുന്നതായി ചരിത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്. സുലൈമാൻ നബിയെ പോലെയുള്ള ചരിത്രകാരന്മാർ ഇന്ത്യയുമായുള്ള വിദേശികളുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചതായിട്ട് കാണാവുന്നതാണ്. പ്രധാനമായും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ആരാധനാലയങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ആളുകളും അവരുടെ സ്വത്തുക്കൾ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാണ്. റോമൻ സാമ്രാജ്യം ക്രൈസ്തവ മതത്തിന് കീഴിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഉദ്യോഗസ്ഥരെ തന്നെ വച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പുരാതന അറബി സമൂഹത്തിലും ഇത്തരം രീതികൾ നടമാടിയിരുന്നു. കഅബയുടെ പുതപ്പ് കിസ്വ എന്ന പേരിൽ ഇന്നും വളരെ സുന്ദരമായ രൂപത്തിൽ കഅബയെ പുതപ്പിക്കുന്ന ആ പുതപ്പ് ആദ്യമായി ഉണ്ടാക്കിയതെല്ലാം ഈ രൂപത്തിലായിരുന്നു. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം, അബൂ ഖുറൈദ എന്ന് പറയുന്ന ഹിമ്യർ രാജാവ്, അദ്ദേഹമാണ് ആദ്യം കഅബയെ പുതപ്പിച്ചത്. ആ സമയത്ത് തന്നെ അദ്ദേഹം വഖഫ് സ്വത്തുകൾ പ്രത്യേകമായിട്ട്
സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ വഖഫ് ബോർഡ് ഉള്ളതുപോലെ അന്ന് അദ്ദേഹം പ്രത്യേകമായി വഖഫ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ നിയമിച്ചതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഉസ്മാനിയ കാലഘട്ടം വന്നപ്പോൾ ഉസ്മാനിയ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ വഖഫ് ഭൂമികൾ പ്രത്യേകമായി സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്ന പേരിട്ടുകൊണ്ട് പാശ്ചാത്യരായ ആളുകൾ വഖഫ് ഭൂമികൾ സംരക്ഷിക്കുന്നത് പോലെ സമൂഹ നന്മക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു സംഘടനയുണ്ടാക്കിയത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു. ഇത് ഇസ്ലാമിനെ കണ്ടുകൊണ്ടാണ് എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആധുനിക ജർമ്മനിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇതുപോലെയുള്ള പൊതുപ്രവർത്തന മേഖലകളിൽ സജീവ പങ്കാളിത്തം നടത്തുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരനായിരുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നൽ മിഅത സഹ്മിൽ ലദി ബി ഖൈബർ, നബിയെ എനിക്ക് ഖൈബറിൽ ഒരു ഭൂമിയുണ്ട്, എല്ലാ ഭൂമിയേക്കാളും എനിക്ക് ഇഷ്ടമുള്ള ഭൂമിയാണ്, നല്ല ആദായം കിട്ടുന്ന നല്ല വരുമാനം കിട്ടുന്ന ഭൂമിയാണ് നബിയെ ഖൈബറിൽ ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, ലം യുസിബു മാലൻ ഖത്തുഹു അഹബ്ബു ഇലയ്യ മിൻഹാ, എൻ്റെ എല്ലാ മുതലിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ള ആ സമ്പത്ത് നബിയെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ബിസ് അസ്ലഹ വസബ്ബിർ സമറതഹ, അതിന്റെ മൂല്യം പിടിച്ചു വെക്കുകയും അതിന്റെ ഫലം നീ ദാനം ചെയ്യുകയും ചെയ്യുക. ഫത്ഹുൽ ബാരിയിൽ കാണാം ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഖഫിനെ സംബന്ധിച്ചു കൊണ്ടിട്ടുള്ള ആദ്യത്തെ ഹദീസാണ്, ആദ്യത്തെ സംഭവമാണ് ഇതെന്ന് ഫത്ഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാവുന്നതാണ്. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അതിന്റെ മൂല്യം എന്ത് ചെയ്യാം, നീ പിടിച്ചു വെക്കുകയും അതിന്റെ ഫലം ദാനം ചെയ്യുകയും ചെയ്യുക. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഫതസദ്ദഖ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ലാ യുബാഉ അസ്ലുഹാ വലാ യൂഹബു വലാ യൂറസു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് ദാനം ചെയ്യുകയാണ്. പക്ഷെ 3 കണ്ടീഷൻസ് വെക്കുകയാണ്. ഒന്നത് വിൽക്കാൻ പാടില്ല, അത് ആർക്കും വിൽക്കാൻ പാടില്ല, അതുപോലെ തന്നെ അത് സമ്മാനമായിട്ട് ഹദിയയായിട്ട് കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ അതിൽ നിന്നുകൊണ്ട് അനന്തരാവകാശം എടുക്കാൻ പാടില്ല. അതിന്റെ അവകാശികൾ ആരാണെന്നറിയുമോ? ഫിൽ ഫുഖറാ, പാവപ്പെട്ടവരായ ആളുകളാണ്, വൽ ഖുർബ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്കാരായ ആളുകൾ, അവർക്ക് ആ വഖഫിന്റെ സ്വത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൽ റിഖാബ്, അടിമകളായ ആളുകളുടെ അടിമമോചനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റബ്ബിന്റെ മാർഗത്തിലുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, പള്ളികൾക്കാവട്ടെ മദ്രസകൾക്കാവട്ടെ, ഏതെല്ലാം ദഅവത്തിന്റെ മാർഗങ്ങളുണ്ടോ അതിനെല്ലാം അത് ചെലവഴിക്കാവുന്നതാണ്. അതുപോലെ അതിഥികൾക്ക് വേണ്ടിയിട്ട്, യാത്രക്കാരായ ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഉടമക്കാർ, അത് സംരക്ഷിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ അത് ഞാനാണ് സംരക്ഷിക്കുന്നതെന്ന് കരുതിയിട്ട് അതിന്റെ ആദായം മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വഖഫിന്റെ ഭൂമികൾ അല്ലാഹുവിന്റെ അമാനത്താണ്. അത് ഉടമയിൽ നിന്നുകൊണ്ട്
എല്ലാത്തിന്റെയും ഉടമയായ അള്ളാഹുവിലേക്ക് അത് ഏൽപ്പിക്കുകയാണ് വഖഫ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയ്യഖുല മിൻഹാ ബിൽ മഅറൂഫ് ഔ യുത്ഇമ സ്വദീക. കൂട്ടുകാർക്ക് കൊടുക്കാം, നിങ്ങളുടെ കൂട്ടുകാർക്ക് അതിൽ നിന്ന് കൊടുക്കാവുന്നതാണ്, കുടുംബക്കാർക്ക് കൊടുക്കാവുന്നതാണ്. ഗൈറ മുതമദ്ദിലിൻ ഫിഹി. പക്ഷേ അതിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായ ഒരു വരുമാനവും ഒരു ആദായവും അതിൽ നിന്നുകൊണ്ട് സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാവുന്നതാണ്. ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വഖഫിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ ദീനിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തയാളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹഫറ റൂമത. എന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു മദീനയില്. മദീനയിൽ അന്ന് വെള്ളമില്ല, വെള്ളം കിട്ടാൻ പ്രയാസമാണ്. ആളുകൾ ബുദ്ധിമുട്ടിൽ കഴിയുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ജൂനതനായ മനുഷ്യന്റെ കയ്യിൽ നിന്നുകൊണ്ട് ഈ കിണർ ആർക്കാണ് വാങ്ങാൻ സാധിക്കുക? മൻ ഹഫറ റൂമത ഫലഹുൽ ജന്നത്തു ഫഹഫർതുഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതിന് പകരമായ ആൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ 35,000 ദിർഹം ചെലവഴിച്ചുകൊണ്ടാണ് ആ റൂമ എന്ന് പറയുന്ന കിണർ വാങ്ങിയിട്ട് വഖഫ് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തത്. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നു. മക്കയിൽ നിന്നുകൊണ്ട് പലായനം ചെയ്ത് മക്കയിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കവയ്യാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ധാർമ്മിക പ്രബോധനവുമായി ദൗത്യ നിർവഹണവുമായി പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് കടന്നു വന്നപ്പോ നാല് ഭാഗത്ത് നിന്നുകൊണ്ട് എതിർപ്പിന്റെ കൂരമ്പുകൾ പാലു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോ നിസ്കരിക്കാൻ അവിടെ പള്ളിയില്ല. പള്ളി ഉണ്ടാക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ബനൂ നജ്ജാറുകാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അമറ ബിൽ മസ്ജിദി വഖാല യാ ബനി നജ്ജാർ. ബനി നജ്ജാറുകാരോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പള്ളി വേണം. താമിനൂനി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ആ പറമ്പുണ്ടല്ലോ അതെനിക്ക് തരണം. എത്രയാണ് പൈസ വേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഖാലൂ ലാ വല്ലാഹി ലാ തത്ലുബു തമനഹു ഇല്ലാ ഇല്ലല്ലാഹ്. അതിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലമല്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂലിയൊന്നും വേണ്ട നബിയേ എന്ന് പറഞ്ഞ് മദീനക്കാരായ ബനൂ നജ്ജാറുകാര് അവരുടെ ആ പറമ്പ് അല്ലാഹുവിന്റെ റസൂലിന് അങ്ങ് എഴുതി കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് അങ്ങ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഇസ്ലാമിലെ വഖഫിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാബത്ത് അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രയോ സഹാബത്ത് മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടുന്ന് തുഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, 80ഓളം വരുന്ന സഹാബത്ത് അവരുടെ ഭൂമികൾ വഖഫായിട്ട് കൊടുത്തതായിട്ട് ചരിത്രങ്ങളിൽ നിന്നുകൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വഖഫിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മരണത്തിന് ശേഷം അവന് ഗുണം കിട്ടുന്ന കാര്യങ്ങളെ പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് ഇൽമൻ അല്ലമഹു
ഒന്നാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞത് ഇൽമാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവൻ ഇൽമു പഠിച്ചു, എന്നിട്ട് വനശറഹു, ആ ഇൽമു അവൻ പ്രചരിപ്പിച്ചു. എന്നാൽ നാളെ മരിച്ചതിന് ശേഷം അവൻ ആ ഇൽമു കൊണ്ട് ഉപകാരം കിട്ടുന്നതാണ്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വവലദൻ സ്വാലിഹൻ തറക്കഹു, ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ സ്വാലിഹായ നല്ല ഒരു മകനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവന് പോകുന്നതെങ്കിൽ അത് അവന് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിശുദ്ധമായ ഖുർആൻ ഉണ്ടായി, എന്നിട്ട് ആ ഖുർആൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായിട്ട് അവൻ വഖഫ് ചെയ്തു. എന്നാൽ ആ വഖഫ് കൊണ്ട് അവന്റെ ഉപകാരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് മസ്ജിദിൽ, പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് അല്പുറങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ഖുർആനിന്റെ പ്രസ് കാണാം. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഹജ്ജിനും ഉംറക്കും വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഖുർആൻ സൗജന്യമായി വാങ്ങിക്കൊണ്ടു പോവുകയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നറിയുമോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃകയാണ്. നിങ്ങൾ ഖുർആൻ വഖഫ് ചെയ്യുക, എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ ഉപകാരം കിട്ടും. അതുപോലെ നാലാമതായി നബി തങ്ങൾ എണ്ണി പറഞ്ഞത് നിങ്ങൾ പള്ളി പണിയുക. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പള്ളി പണിയ, വഖഫായിട്ട് ആ പള്ളികൾ പണിതു കൊടുക്കുക. അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് വീടുകൾ വെച്ച് കൊടുക്കുക. എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവർ, ഒരു തുണ്ട സ്ഥലം പോലും ഇല്ലാതെ പ്രയാസങ്ങളുമായി കഴിയുന്ന, വീടെന്ന് പറയുന്ന സ്വപ്നവുമായി കഴിയുന്ന ആളുകൾ, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മരിച്ചാലും ജാരിയായ സ്വതക്കയായിട്ട് നിനക്കതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഔ നഹ്റൻ അജ്റാഹു. അതുപോലെ തന്നെ ഒഴുകുന്ന ഒരു നദി ഉണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നദികൾ അല്ലെങ്കിൽ കിണറുകൾ, കുടിവെള്ള സമ്പ്രദായം അവർക്ക് ചെയ്തു കൊടുക്കുക. ഉത്തരേന്ത്യ പോലെയുള്ള എത്രയോ സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇന്നും വെള്ളം കിട്ടാക്കനിയായി കഴിയുമ്പോൾ എത്രയോ പാവങ്ങൾ, അവർക്ക് കിണർ കുഴിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല, പ്രയാസപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നാളെ ആഖിറത്തിലേക്ക് വലിയ പ്രതിഫലമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഏഴാമതായി നബി തങ്ങൾ പറഞ്ഞു ഔ സ്വദഖതൻ അജ്റഹാ, അതുപോലെ ഔ സ്വദഖതൻ അഖ്റജഹാ, ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് നീ പോകുമ്പോൾ നീ സ്വദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ മിൻ മാലിഹി, നിന്റെ മുതലിൽ നിന്ന് ഫീ സിഹ്ഹതിഹി വ ഹയാതിഹി, നീ ജീവിച്ചിരിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു നിനക്ക് തന്ന ആ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് നീ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് മരണത്തിന് ശേഷം നിനക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് ഇത് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ വഖഫ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിനായി ചെലവഴിക്കുന്ന ജാരിയായ സ്വതക്കയാണ്. നമ്മൾ ഒരാൾക്ക് ദാഹിക്കുന്നു, വെള്ളം ചോദിച്ചു, ആ വെള്ളം അയാൾക്ക് കൊടുത്തു, എന്നാലോ അത് സ്വതക്കയാണ്. എന്നാൽ ജാരിയായ സ്വതക്കയെ ഉൾപ്പെടുത്തി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്നെന്നും കിട്ടുന്ന പ്രതിഫലം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മരം ഒരാൾ വെച്ച് പിടിപ്പിച്ചു, ആ മരത്തിൽ പഴങ്ങൾ ഉണ്ടാകുന്നു, അതിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ കഴിക്കുന്നു, എന്നാൽ അവർക്ക് അതിന്റെ പ്രതിഫലം, അവർ കഴിക്കുന്നതിന്റെ പ്രതിഫലം അതിനനുസൃതമായിട്ട് ആ മരം വെച്ച് പിടിപ്പിച്ച ആൾക്ക് ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പഴയകാലത്തൊക്കെ ധാരാളം വഖഫ് സ്വത്തുകൾ നമ്മുടെ നാട്ടിലെ ആളുകൾ വഖഫ് ചെയ്യുമായിരുന്നു. ഇന്ന് പുതിയ തലമുറ, പുതിയ കാലത്തെ ആളുകൾ അത്തരം വിഷയങ്ങളിൽ പിന്നോട്ടാണ്. ഒരാൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് ഒരു 10 സെന്റെങ്കിലും പള്ളിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുമായിരുന്നു. ഇന്ന് ആധുനിക സമൂഹം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പിന്നോട്ടാണ് എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് ഈ സമയത്ത് ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വഖഫിന്റെ ഭൂമി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. ഒരാൾ നിയ്യത്ത് ചെയ്തിട്ട് വഖഫായിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ആ വഖഫ്
പിന്നെ അത് അള്ളാഹുവിന്റെ ഭൂമിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ വഖഫിന്റെ ഭൂമികൾ സംരക്ഷിക്കേണ്ടത് ഓരോ മുസൽമാന്റെയും ഉത്തരവാദിത്വമാണ്. ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്തെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 9.4 ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ഭൂമിയായിട്ടുള്ളത്. അഥവാ 3804 ചതുരശ്ര കിലോമീറ്റർ. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, 3804 ചതുരശ്ര കിലോമീറ്ററുകൾ, അത്രയും ചുറ്റളവിൽ വഖഫ് ഭൂമികളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ സായുധ സേന 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത്. 2-ാം സ്ഥാനത്ത് ഇന്ത്യൻ റെയിൽവേ. അത് കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്തുള്ളത് വഖഫ് ബോർഡാണ്. അപ്പോൾ വഖഫിന്റെ എത്രമാത്രം സ്വത്തുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അതിന്റെ മൂല്യം 1.2 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ ആലോചിച്ച് നോക്കേ, അത്രയും വഖഫ് ഭൂമികൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂവിഹിതം പരിശോധിച്ചു കഴിഞ്ഞാൽ മുഴുവൻ വിസ്തൃതിയുടെ 4.8% വഖഫ് സ്വത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എത്രയോ പള്ളികളുടെ സ്ഥലങ്ങൾ, നമുക്കറിയുന്ന എത്രയോ പള്ളികളുടെ സ്ഥലങ്ങൾ, അതുപോലെ എത്രയോ മദ്രസയുടെ സ്ഥലങ്ങൾ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നൽകിയിട്ടുള്ള എത്രയോ വഖഫ് സ്വത്തുകൾ ഇന്ന് അനർഹരായ ആളുകളുടെ കൈകളിലേക്ക് വന്നുപെട്ടിരിക്കുകയാണ്. സംഘപരിവാറിനെ പോലെയുള്ള ആളുകൾ അത്തരത്തിലുള്ള വഖഫ് സ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള കുൽസിത ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് നമ്മൾ ഇടപെടേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വത്താണ്. ആ അള്ളാഹുവിന്റെ സ്വത്ത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷേ നമ്മുടെ സ്വത്തുകൾ അതുപോലെ നിർഭയത്വത്തോടു കൂടി നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അതെല്ലാം റബ്ബ് തആല ഒരുപക്ഷേ എടുത്തു കളഞ്ഞേക്കാം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. തിന്മ എവിടെ കണ്ടോ അവിടെ അതിനെതിരെ പ്രതികരിക്കാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നാവ് കൊണ്ട് നിനക്ക് എതിർക്കാൻ പറ്റുന്നതാണെങ്കിൽ നീ നാവ് കൊണ്ട് എതിർക്കുക. എന്നിട്ടോ അതിന് നിനക്ക് സാധിക്കുന്നില്ല, നിന്റെ കൈ കൊണ്ട് നിനക്ക് അത് തടുക്കാൻ കഴിയുമെങ്കിൽ നീ അതിന് തടുക്കുക, ശ്രമിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും അതിനെ വെറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അരുതായ്മകൾ കാണുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്, അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പാവങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോരടിക്കുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭരണഘടനയ്ക്ക് എതിരായിട്ട് രാജ്യത്തെ പൗരന്മാർക്ക് ഒരു വിലയുമില്ലാതെ അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങൾക്ക് അനുസൃതമായിട്ട് ഇവിടെ ജീവിക്കാൻ ഒരാൾക്കും അവകാശമില്ലാത്ത രൂപത്തിൽ അത്തരം നിർമ്മാണങ്ങൾക്കെതിരായിട്ട് പുതിയ പുതിയ നിയമങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പാവങ്ങളായ ജനങ്ങളെ അടിച്ചമർത്തപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മളെല്ലാവരും രംഗത്ത് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് അസമാധാനത്തിന്റെ കാർമേഘങ്ങളിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയുടെ സമാധാനത്തിന്റെ അന്തരീക്ഷം നിലനിർത്തി അല്ലാഹു തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.